ഹായ് ഹലോ അസ്സാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ് ഞാനും ഇവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു കുഞ്ഞു വ്ളോഗാണ്. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ. ഇന്നലെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ല, അതിൻ്റെ തലേന്ന് വീഡിയോ ഇടാൻ പറ്റിയില്ല. തലേന്ന് ഞാൻ ഉമ്മായും കൊണ്ട് ചെക്കപ്പിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഹോസ്പിറ്റലിൽ. അപ്പോൾ അന്നത്തെ ദിവസം വീഡിയോ എടുപ്പൊന്നും നടന്നിട്ടില്ലായിരുന്നു. ഇന്നലെ വീഡിയോ എടുത്തിട്ടുണ്ട്, ഇന്നലത്തെ വീഡിയോയാണിത്. പക്ഷേ ഇന്നലെ അപ്ലോഡ് ആക്കാനായിട്ട് പറ്റിയിട്ടില്ല. സ്റ്റോറേജിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നങ്ങോട്ട് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെയുള്ള പണി എന്തോന്ന് അറിയാമോ, കുറച്ച് കപ്പ, അതായത് ചീനി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതാണെങ്കിൽ ഉണക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണക്കിയെടുക്കത്തില്ലേ, ഉണക്കച്ചീനിയാക്കി എടുക്കത്തില്ലേ, ചക്കയൊക്കെ ഉണക്കിയെടുക്കത്തില്ലേ, അതുപോലെ തന്നെ കപ്പയും ഒന്ന് ഉണക്കിയെടുക്കാനായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. രാവിലെ ഇതായിരുന്നു ആദ്യത്തെ പണി. എൻ്റെ കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പൊടിയിട്ട് വെച്ചതിന് ശേഷം വന്നിട്ടുള്ള പണി ഇതായിരുന്നു കേട്ടോ. ഞാനും ഉമ്മായും കൂടി ഇരുന്നിട്ടാണ് ഇത് വൃത്തിയാക്കിയെടുത്തത്. പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് മാറിയതാണ് കേട്ടോ. കാരണം സ്റ്റാൻഡിൽ വെച്ചിട്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് സ്റ്റാൻഡ് ഇപ്പം കണ്ടില്ലേ, അതുപോലെ ആയിപ്പോകും. നമ്മൾ വിചാരിക്കാതെ തന്നെ സ്റ്റാൻഡ് അങ്ങ് വീണ് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി നിന്നതാണ് കേട്ടോ. അപ്പം നന്നായിട്ട് ഒന്ന് കഴുകി അതിൻ്റെ തോലുണ്ടല്ലോ, തോലൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് കുത്തിയെടുക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴയല്ലേ, വെയിൽ വരുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇത് മൊത്തം പനലായി പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കൊള്ളത്തില്ല. അപ്പോൾ 2-3 വെയിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചീനി ഒരുവിധം ഒന്ന് വാടിക്കിട്ടും. പിന്നെ രാവിലെ കുറച്ച് വെയിൽ കാണിച്ചാലും കുഴപ്പമില്ലായിരുന്നു. എന്തായാലും ഇന്നലെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് കൊത്തിയെടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ഉണക്കാൻ വേണ്ടിയിട്ടിടുന്ന കപ്പ കുറച്ചുകൂടി വലിയ പീസാക്കിയിട്ടാണ് ഇടുന്നത്. കടകളിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ വലുതല്ലേ. ഇത് ഒരുപാട് പ്രാവശ്യം നമ്മളിവിടെ ഉണക്കിയിട്ടുള്ളതാണ് കേട്ടോ. പണ്ട് നമ്മുടെ ഇതിൽ തന്നെ ചീനി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉണക്കി വെച്ചിട്ടുള്ളതാണ്. ഒരുപാട് വലിയ കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ടാണ് ചിലപ്പോൾ അന്നൊക്കെ ഇടുന്നത്. ഇന്ന് തീരെ കനം കുറച്ചാണ് ഇട്ടിരിക്കുന്നത്, കാരണം പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ രാവിലെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. രാവിലത്തെ കാപ്പി ഉണ്ടാക്കലും പാത്രങ്ങൾ കഴുകലും അകമൊക്കെ ഒന്ന് അടിച്ച് വാരി തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. ലൈനിൽ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വീടിനകമൊക്കെ ഒന്ന് തുടച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞത് മീൻ നമുക്ക് തലേന്നേ കിട്ടിയിട്ടുള്ള മീനാണ് കേട്ടോ. അപ്പോൾ നല്ല ഐസായി കിടക്കുമായിരുന്നു. ഞാൻ കുറച്ച് വെള്ളം കൂടെയൊക്കെ ഒഴിച്ചിട്ടിട്ടുണ്ട്. പേര് ഞാൻ മറന്നുപോയി കേട്ടോ. മത്തിയുണ്ട്, പിന്നെ വേറൊരു മീനും കൂടെ ഉണ്ട്. അപ്പോൾ അത് എന്തായാലും മുന്നേയൊക്കെയുള്ള പഴയ വീഡിയോകളിൽ കമൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ തേങ്ങ അരച്ച് മാത്രമേ നിങ്ങൾ മീൻകറി വെക്കാറുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നും നിങ്ങൾക്ക് മീൻ കഴിക്കണമെന്നൊക്കെ ഉള്ള കമൻറ്റ് ഞാൻ കാണുന്നുണ്ട്. നെഗറ്റീവ് വരുന്ന കമൻറ്റ്, എനിക്ക് അങ്ങനെ നെഗറ്റീവ് കമൻറ്റ് വരാറൊന്നുമില്ല. വരുന്ന കമൻറ്റ് ഞാൻ റിമൂവ് ചെയ്ത് കളയും കേട്ടോ. കാരണം അതിൻ്റെ അടിയിൽ വീണ്ടും വന്നിട്ട് ചിലപ്പോൾ നെഗറ്റീവ് ഇടാൻ മനസ്സുള്ളവർ അതിട്ടുകൊണ്ടേ ഇരിക്കും. അങ്ങനെ ഒരു ത്വരമുള്ളവർ അങ്ങനെ ഇടും. അപ്പോൾ അത് കാണണ്ടെന്ന് എഴുതിയിട്ട് ഞാൻ തന്നെ നിങ്ങൾ ഡിലീറ്റ് ആക്കും കേട്ടോ. അപ്പോൾ ഇന്ന് മുളക് കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നല്ല പച്ച ചീര കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ തണ്ടുണ്ടല്ലോ, തണ്ടെടുത്തിട്ട് ചക്കക്കുരുവും കൂടെ ഇട്ടിട്ട് താളിച്ച് വെക്കാമെന്ന് വിചാരിക്കുന്നതാണ് കേട്ടോ. നമ്മൾ ഈ ചീരയുടെ തണ്ടുണ്ടല്ലോ, സാമ്പാറിലിടാനും ഒക്കെ നല്ല ടേസ്റ്റാണ്. നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ. അപ്പം മുറ്റിയ തണ്ടൊന്നുമല്ല കേട്ടോ. ഞാൻ എന്തായാലും തണ്ടൊക്കെ മാറ്റി ഇല മാത്രം തോരൻ വെക്കാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് മാറ്റി ഞാൻ വെച്ചിട്ടുണ്ട്. അത്രയൊന്നും വേണ്ട നമുക്ക് തോരന്. തണ്ടും ഞാൻ മുറിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ചീര ആണെങ്കിലും കുറച്ച് ഉപ്പും മഞ്ഞൾ വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് സമയം അതിൽ കിടക്കട്ടെ എന്ന് കരുതിയിട്ട് കേട്ടോ. അപ്പോഴത്തേക്ക് മീനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല വെയിലായതുകൊണ്ടാണ് മുറ്റത്തിറങ്ങിപ്പോയിട്ട് മീൻ കട്ട് ചെയ്ത് വൃത്തിയാക്കി കൊണ്ടുവരാതിരുന്നത് കേട്ടോ. അകത്ത് തന്നെ നിന്നങ്ങ് ചെയ്തതേ. നല്ല വെയിലുണ്ട്, തീ പോലുള്ള വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ 2 ദിവസം മുന്നേയൊക്കെ ഉച്ച കഴിഞ്ഞാൽ മഴയാണ്. ഇപ്പം മഴയില്ല, നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ 2-3 ദിവസം വെയിൽ കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം ഇല്ലെങ്കിൽ ആ ചീനി മനലായി പോകത്തില്ല. അപ്പോൾ ഞാൻ മീൻകറിക്ക് വേണ്ടിയിട്ട് കുറച്ച് കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക്, ഉലുവ ഇട്ടിട്ടൊന്ന് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളിയുടെ കൂട്ട് എല്ലാം തട്ടിക്കൊടുത്ത് നന്നായിട്ടൊന്ന് വാട്ടിക്കൊടുക്കുന്നുണ്ട്. അതിലേക്കിട്ട് പൊടികളായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിക്കുന്നുണ്ട് കേട്ടോ. കരിഞ്ഞു പോകരുത്. പ്രത്യേകിച്ച് ഈ മൺചട്ടിയിലൊക്കെ വെക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. തീ എത്ര ലോയിലിട്ടാലും കരിഞ്ഞു പോകും കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണം.
നന്നായിട്ടൊന്ന് മിക്സാക്കി അതിൻ്റെ ആ ഒരു പച്ച ചുവയൊക്കെ മാറുമ്പോൾ അതിലേക്ക് വെള്ളവും പുളിയും ഉപ്പും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ മീൻ പുളി വെക്കുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് കുടംപുളി ഇട്ട് വെക്കുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. കുടംപുളി ഇട്ട് വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, പ്രത്യേകിച്ച് മുളക് ചാറിനൊക്കെ കേട്ടോ. പക്ഷേ നമ്മുടെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ സാദാ പുളിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കറിയൊക്കെ സെറ്റാക്കി അടുപ്പിലോട്ടാക്കിയിട്ടേ ഞാൻ കുറച്ച് തുണി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ ഒന്ന് കഴുകിയിടാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. പാത്തുൻ്റെ കുറേ തുണികളുണ്ടായിരുന്നേ. അപ്പോൾ ഓരോന്നും ഇങ്ങനെ പൈപ്പ് തുറന്നു വിട്ട് വെള്ളമൊക്കെ ആക്കുമ്പോൾ നമ്മൾ ഊരി മാറ്റിയിട്ട് കൊടുക്കും. അപ്പോൾ അത്രയും അങ്ങ് നനഞ്ഞ് പന്നലായി കിടക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് വാരി കഴുകി വെള്ളം തോരാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തുണിയൊക്കെ കഴുകിയിട്ട് കയറി വന്നു. കറി നോക്കിയപ്പോൾ കറിയൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പില ഇട്ടിട്ട് കറി മാറ്റിയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ചീരയൊക്കെ നന്നായിട്ട് കഴുകി അതും കൂടെ ഒന്ന് അരിഞ്ഞ് അതും കൂടെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു എണ്ണയിൽ. അതിലേക്ക് കുറച്ച് തേങ്ങ, വെളുത്തുള്ളി, ലേശം മഞ്ഞൾപ്പൊടിയും ഒരു 2 പച്ചമുളകും ഇട്ടിട്ട് ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ ഈ ചീരയിലേക്ക് തട്ടിക്കൊടുത്തിട്ട് ആ തേങ്ങയുടെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ ഞാൻ ആന്നേലെ കുറച്ച് ചക്കക്കുരു എടുത്ത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ആ വെള്ളത്തോടു കൂടി തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ചീരയിൽ അങ്ങ് മിക്സാക്കി കൊടുക്കുമ്പോൾ നമ്മുടെ ചക്കക്കുരു ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ 2-3 മത്തി എടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഇന്നലത്തെ ഉച്ചയൂണും കാര്യങ്ങളും എല്ലാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളും. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ മുന്നേ പറഞ്ഞതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ബായ്, ടാറ്റാ, അസ്സലാമു അലൈക്കും.